ഹായ് കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചട്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന കുറേ ചെടികളെ നമ്മൾ പരിചയപ്പെടുത്തി തരാം. ഇത് തൂക്കിയിട്ടിരിക്കുന്ന ചട്ടിയിൽ വെച്ചൊരു ചെടിയാണ്. ഇത് ഹാങ് ചെയ്ത് താഴോട്ട് വളരില്ല, മുകളിലോട്ട് ചെറിയ പൊക്കത്തിൽ വളരത്തേ ഉള്ളൂ. പക്ഷേ പൂ പിടിക്കും കേട്ടോ, ചെറിയൊരു കുഞ്ഞു പൂ പിടിക്കും ഇതിനകത്ത്. ഇതൊരു ഇലച്ചെടിയല്ല, ഇത് പൂ പിടിക്കുന്ന ചെടി തന്നെയാണ്. അപ്പോൾ ചെറിയൊരു വയലറ്റ് കളറിലൊരു പൂവാണ് ഇതിനകത്ത് പിടിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ കമ്പ് വെട്ടി 2-3 ചട്ടിയിലാക്കി ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടി അങ്ങനെ. അടുത്തത് നമ്മുടെ മണി പ്ലാന്റ് എന്ന് പറയുമ്പോൾ 2-3 ഒരുപാട് വെറൈറ്റികളിൽ നമുക്ക് മണി പ്ലാന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊരു വെറൈറ്റി ആയൊരു മണി പ്ലാന്റാണിത്. പച്ച കളറും ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഒരു കളറുമായിട്ട് ചേരുന്നൊരു മണി പ്ലാന്റാണിത്. ഇതിനൊക്കെ ഓരോ പേരുകൾ കാണുമായിരിക്കും കേട്ടോ, അതൊന്നും എനിക്കറിയത്തില്ല പേരൊന്നും. പിന്നെ അടുത്ത വെറൈറ്റി ആയ മണി പ്ലാന്റ്, ഇത് എൻ്റെ ഒരു 3-4-5 ടൈപ്പ് വെറൈറ്റി ഉള്ള മണി പ്ലാന്റുകളുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഈ ഒരു ചെടിയാണ്. നല്ല ഭംഗിയുള്ളൊരു പച്ച കളർ ചെടിയാണ്. അതും ഡബിൾ ഷെയ്ഡ് വരുന്നൊരു ചെടിയാണ് കേട്ടോ. പിന്നെ അടുത്ത് നമ്മുടെ മണി പ്ലാന്റ്, സാധാ മണി പ്ലാന്റ്. ഈ മണി പ്ലാന്റ് ഞാൻ ചട്ടിയിൽ തുരുതുരാന്ന് പറഞ്ഞ് ഇലകൾ കുത്തി വെച്ച് നിറച്ച് ഫില്ല് ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മൾ ഇല മാത്രം ഇങ്ങനെ കുത്തി വെച്ചാൽ മതി, പെട്ടെന്ന് കിളിച്ചോളും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു കുഞ്ഞ് നീല പൂ പിടിക്കുന്ന ചെടി, അത് ഞാൻ വേറൊരു ചട്ടിക്കകത്തോട്ട് വെച്ച് വളർത്തിയെടുത്തതാണ്. ഇതിനകത്ത് ശരിക്കും പൂ പിടിക്കും. ഇപ്പം പൂക്കളൊന്നുമില്ല, പൂവെല്ലാം പിടിച്ചു കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വിട്ട് കൊടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ താഴോട്ടിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു ചെടിയാണ്. ചെറിയ വള്ളിയിൽ നിറയെ ഇലകൾ വന്ന് താഴോട്ടിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു ചെടി. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ എന്നാണ് പറയുന്നത്. ബട്ടർഫ്ലൈ പോലുള്ള ചെടിയുടെ ഇലകളിരിക്കുന്നത് അത് ബട്ടർഫ്ലൈ എന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞു പൂവൊക്കെ ഇതിനകത്ത് പിടിക്കും, നല്ല ഭംഗിയാണ് ഇതും കാണാൻ. ഞാൻ ഒരു ചട്ടിയുടെ താഴെയായിട്ട് കൊളുത്തിയിട്ട് മറ്റൊരു ചട്ടി ഇങ്ങനെയാണ് ഞാൻ ഹാങ്ങിങ് ചെയ്ത് ഈ ചട്ടിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ചെടി എന്ന് പറഞ്ഞാൽ ഇല പിടിക്കുന്ന കുഞ്ഞ് ഇലച്ചെടിയാണിത്. ഈ തൂക്കിയിട്ടിരിക്കുന്ന ചെടി മിക്കവാറുള്ള വീടുകളെല്ലാം ഉണ്ട്. ഇനി അടുത്ത ചെടി ഇതൊരു ഹാങ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് വളർന്ന് വീഴും. ഇതിനകത്ത് ഞാനൊരു ശംഖുപുഷ്പത്തിൻ്റെ ചെടിയും കൂടെ വളർത്തുന്നുണ്ട്. ശംഖുപുഷ്പം കൂടെ പടർന്ന് കയറുന്നുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ചെടിയും കൂടെ ഞാൻ ഇതിനകത്ത് വളർത്തുന്നുണ്ട്. പിന്നെ ഒരു 10 മണിയും കൂടെ മുകളിലത്തെ ചട്ടിയിൽ ഒരു 10 മണിയുടെ ചെടിയും കൂടെ ഇതിനകത്തോട്ട് ഞാൻ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കപ്പ് പോലുള്ള തൂക്കിയിട്ടിരിക്കുന്ന കപ്പ് പോലുള്ള അതിനകത്തെല്ലാം കുഞ്ഞു ചെടികൾ ഞാൻ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതും നമുക്ക് വളരുമ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്ത് താഴോട്ട് ഇറങ്ങി വരും. അപ്പോൾ അതിനകത്തും എല്ലാം 10 മണി പ്ലാന്റ് അങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതൊരു മണി പ്ലാന്റാണ്. ഈ മണി പ്ലാന്റ് നേരത്തെ കാണിച്ച മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മണി പ്ലാന്റാണ് ഇത്. മണി പ്ലാന്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പിടിപ്പിച്ചെടുക്കാം. അതിൻ്റെ കമ്പും ഇലയും വെച്ചിട്ടൊക്കെ കുത്തിയൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് പിടിപ്പിച്ചെടുക്കാം. പിന്നെ ഇത് ഭംഗിയുള്ളൊരു കുഞ്ഞ് ഇല പിടിക്കുന്ന ഒരു നല്ല അടിപൊളി ബ്യൂട്ടിഫുള്ളായിട്ടൊരു ചെടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പം കുറച്ച് വെള്ളം മാത്രം മതി ഇതിന്. പിന്നെ അടുത്തത് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് ഞാൻ പ്രൂണിങ് ചെയ്ത ഒരു റോസാ ചെടിയാണ്. അത് നല്ല വളർന്ന് വന്നൊരു റോസാ ചെടിയായിരുന്നു. അതിൻ്റെ ഒരു 1/4 ഭാഗം വെച്ച് ഞങ്ങളിത് വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇതിനകത്ത് വളങ്ങളിട്ട് കൊടുത്ത് നല്ലതുപോലെ ചിക്കി എടുത്തതിന് ശേഷം വളങ്ങളെല്ലാം ഇട്ട് കൊടുത്ത്. വളങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇത് പ്രൂണിങ് ചെയ്തതിന് ശേഷം DAP ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ വളർച്ചയെന്ന് പറഞ്ഞൊരു 1.5 വളർച്ച തന്നെയായിരുന്നു. നല്ലതുപോലെ തഴച്ച് എല്ലാ കൊമ്പിൽ നിന്നും നല്ലതുപോലെ ഇലകൾ മുള വന്ന് പൊട്ടി വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഒരു കമ്പിലേക്ക് നിറയെ മൊട്ടുകളും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം നിറയെ മൊട്ടുകളും പിടിച്ച് ഇനി പൂക്കളൊക്കെ നല്ലതായിട്ട് വരും. അതിനാണ് നമ്മൾ DAP ഇട്ട് കൊടുത്തിരുന്നത്. ആദ്യം ചാണകപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ DAP ഇട്ട് കൊടുത്തു. നിറയെ മൊട്ടുകളും പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അങ്ങനെ അത് സാധാ നാടൻ റോസയാണിത്. പക്ഷേ DAP ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഇതിൻ്റെ വളർച്ചയങ്ങ് മാറി, നല്ല അടിപൊളിയായിട്ട് വളർന്നിത്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് വെട്ടിക്കളഞ്ഞിട്ട് ഇതേപോലെ നല്ലതുപോലെ തഴച്ച് വളരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അത് നല്ലതുപോലെ തളിർത്ത് തന്നെ വന്നിട്ടുണ്ട്. നിറയെ പൂ പിടിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. കാര്യം നല്ല ഇലകളാണ്, ഒരു കേട് പോലും ഇല്ലാത്ത നല്ല ഇലകൾ തന്നെയാണ്. ഇതേപോലെ ഞാൻ വേറൊരു ചട്ടിയിലെ റോസയും വെട്ടി വെച്ചിട്ടുണ്ട്.
അതിലും ഇതേപോലെ തളർത്ത ഇലകളൊക്കെ വന്ന് ഇതേപോലെ തളർത്ത് കമ്പ് നീളത്തിൽ വന്ന് മുട്ടൊക്കെ പിടിച്ച് പൂ പിടിക്കാറൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൂണിങ് ചെയ്യുമ്പം വളങ്ങളിട്ട് കൊടുക്കണം. അതായത് മസ്റ്റായിട്ട് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് DAP ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഓർക്കിഡും പിന്നെ ഇത് വിൻഗാ പ്ലാന്റ്. ഈ വിൻഗാ പ്ലാന്റ്, ഓർക്കിഡ്, അങ്ങനെ പലതരത്തിലുള്ള ചെടികളുടെ വീഡിയോസ് നമ്മൾ നേരത്തെ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. വീഡിയോസ് ചാനലിൽ കയറി നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു.